നമസ്കാരം. ഇന്ത്യൻ മണ്ണിൽ ഭാരതീയരുടെ ഒരു തുള്ളി ചോര ഭീകരർ കാരണം വീണിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പകരം ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് സമാധാനമുണ്ടാകാൻ പാകിസ്ഥാൻ എല്ലാ വഴികളും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഇതിനോടകം തന്നെ നിലപാട് അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ഒന്ന് നിർത്തിയതേ ഉള്ളൂവെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ JP സിംഗ് വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായ ഹാഫിസ് സയ്യിദ്, സാജിദ് മിർ, സാക്കിയൂർ റഹ്മാൻ ലിഖ്വി എന്നിവരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും സിംഗ് പറയുന്നുണ്ട്. തഹാവൂർ ഹുസൈൻ റാണിയെ US ഇന്ത്യക്ക് കൈമാറിയതുപോലെ ഹാഫിസിനെയും കൈമാറിയാൽ സംഘർഷം അവസാനിപ്പിക്കാമെന്നും സിംഗ് പറഞ്ഞു. മതം നോക്കി 26 നിരപരാധികളെ തീവ്രവാദികൾ കൊന്നൊടുക്കിയതിന്റെ പ്രതികാരമായി ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. തീവ്രവാദത്തിനെതിരായ നടപടി ഇനിയും തുടരും. തീവ്രവാദികളെ വേരോടെ നശിപ്പിക്കുകയെന്നാണ് ഇന്ത്യയുടെ ആവശ്യമെന്നും സിംഗ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ മെയ് 10-ന് നൂർഖാൻ ബേസ് ആക്രമിച്ചത് ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ തന്ത്രമായിരുന്നു. ഇസ്ലാമാബാദിനെ പാനിക്കാക്കാൻ ആക്രമണം കൊണ്ട് സാധിച്ചു. തുടർന്നാണ് പാക് DGMO ഇന്ത്യൻ DGMOയെ ബന്ധപ്പെട്ടത് വെടിനിർത്തൽ വേണമെന്നാവശ്യം ഉന്നയിച്ചത്. നദീജല വിഷയവും ഒരു തരത്തിലുള്ള യുദ്ധമാണെന്ന് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വെള്ളമൊഴുക്കിയാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് തീവ്രവാദം ഒഴുക്കും എന്നതാണ് ആ രാജ്യത്തിന്റെ നിലപാടെന്നും ഇതാണ് ഈ യുദ്ധത്തിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ തുടരുമ്പോഴും സിന്ധു നദീജല കരാറിന് വലിയ ഉലച്ചിൽ ഒരു സമയം വരെ ഉണ്ടായിരുന്നില്ല. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ കരാറുകളിൽ ഒന്നാണ് സിന്ധു നദീജല ഉടമ്പടി. സമാധാനപരമായി ജലം പങ്കിടുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കരാർ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 3 യുദ്ധങ്ങളെ കരാർ അതിജീവിച്ചു. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സത്ലജ്, രവി, ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, തലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും വീതിച്ചു നൽകിയിരിക്കുന്നു. ഉടമ്പടി പ്രകാരം പടിഞ്ഞാറൻ നദികളിലെ ജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം പാകിസ്ഥാനാണ്. അതേസമയം കിഴക്കൻ നദികളുടെ പ്രാഥമിക ഉത്തരവാദിത്തം ഇന്ത്യക്കാണ്. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നദീജലം പങ്കിടുന്ന സിന്ധു നദീജല കരാറിൽ ഇന്ത്യയുടെ വാദങ്ങൾക്ക് ജയം. സിന്ധു നദീജല ഉടമ്പടി സംബന്ധിച്ച് ലോക ബാങ്ക് നിയമിച്ച നിഷ്പക്ഷ വിദഗ്ധൻ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നിലപാട് ശരിവെച്ചു. കരാറിലെ 2 കക്ഷികൾക്കിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാകുന്ന ഏതൊരു തർക്കവും പരിഹരിക്കാനുള്ള ഏക അധികാരം നിഷ്പക്ഷ വിദഗ്ധന് ആണെന്നിരിക്കെ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 2023-ൽ ജമ്മു കശ്മീരിലെ കിഷൻഗാഞ്ച്, റാറ്റിൽ ജലവൈദ്യുത പദ്ധതികളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കുന്നതിന് ഒരു നിഷ്പക്ഷ വിദഗ്ധനെയും ആർബിട്രേഷൻ കോടതിയുടെ ചെയർമാനെയും നിയമിച്ച ലോക ബാങ്ക് നടപടിയിൽ നിന്നാണ് ഈ വിവാദം ഉടലെടുത്തത്. 1960-ൽ ഒപ്പുവെച്ച ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനദണ്ഡങ്ങൾ അടിവരയിടുകയും ചെയ്തു. ഉടമ്പടി പ്രകാരം എന്തെങ്കിലും തർക്കമുണ്ടായ ലോക ബാങ്കിന് ഒരു നിഷ്പക്ഷ വിദഗ്ധനെ നിയമിക്കാം. അത്തരത്തിൽ നിയമിച്ച വിദഗ്ധനാണ് ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നത്. 1960-ലെ സിന്ധു നദീജല ഉടമ്പടിയുടെ അനുബന്ധം F-ലെ ഖണ്ഡിക 7 പ്രകാരം നിഷ്പക്ഷ വിദഗ്ധൻ നൽകിയ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു. ഈ തീരുമാനം ഇന്ത്യയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.